ആഹാ, വളരെ മനോഹരം. സാബിത്തെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഫജാലഹും കഅസ്ഫിൻ മഅകൂൽ എന്നല്ലേ അവിടെ വേണ്ടത്? അല്ല മാന, നീ പറഞ്ഞത് തെറ്റായ ഉച്ചാരണമാണ്. പക്ഷേ ഖുർആനിൽ അങ്ങനെയാണല്ലോ. താങ്കൾ കണ്ടില്ലേ? അലം യജഅൽ കൈദഹും ഫീ തളീൽ, അവരുടെ തന്ത്രം അവൻ വേവിലാക്കിയില്ലയോ? വഅർസല അലൈഹിം തയ്റൻ അബാബിൽ, കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവർക്ക് നേരെ അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിച്ച കളിമൺകല്ലുകൾ കൊണ്ട് അവരെ എറിയുകയും ചെയ്തു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അങ്ങനെ അവൻ അവരെ തിന്നുകളയപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. ഈ സൂറത്തിൽ ആരുടെ കഥയാണ് പറയുന്നത്? യമനിലെ രാജാവായ അബ്രഹയുടെ കഥയാണ്. അവൻ എന്താണ് ചെയ്തത്? അബ്രഹ ഒരു വലിയ പള്ളി പണിതു. ആളുകൾ കഅബയുടെയും ഹജ്ജിനായി തന്റെ പള്ളിയിലേക്ക് വരികയും ചെയ്യുക എന്നതായിരുന്നു അബ്രഹയുടെ ആഗ്രഹം. അപ്പോൾ ആളുകൾ വന്നോ? ഇല്ല, ജനങ്ങൾ കഅബയിലേക്ക് തന്നെ പോയി. അപ്പോൾ അബ്രഹാമിന് കോപമുണ്ടായോ? അതെ, അതുകൊണ്ടവൻ വലിയൊരു സൈന്യവും ആനകളെയും എടുത്ത് കഅബയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇതാണ് അസ്ഹാബുൽ ഫീൽ, ആനകളുടെ സൈന്യം അല്ലേ? അതെ, അവർ മക്കക്കടുത്ത് എത്തിയപ്പോൾ ആളുകൾ ഭയന്നു. എന്നാൽ അബ്രഹയുടെ ആനകൾ മുന്നോട്ട് പോകാൻ വിസമ്മതിച്ചു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ശക്തി പ്രത്യക്ഷപ്പെട്ടത്. അബാബിൽ കൂട്ടം കൂട്ടമായി പക്ഷികൾ വന്നു. ഓരോ പക്ഷിക്കും 3 ചെറിയ കല്ലുകൾ ഉണ്ടായിരുന്നു. ഒന്ന് കൊക്കിലും 2 കാലുകൾ.